ചട്ടിപ്പറമ്പ് തലേ ദിവസത്തെ ചന്തയിലെ കന്നുകളാണ്. ഒരുപാട് ലോഡ് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഉശിരം കാളകളൊക്കെ ഉണ്ട്. കുഞ്ഞാപ്പ് ഇങ്ങനെ കച്ചവടം നടന്ന് ചെയ്യാം. മൂപ്പരൊന്ന് ഫോളോ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ പൈക്കുട്ടികൾക്ക് ആവശ്യക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ പൈക്കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞാപ്പ്. അപ്പുറത്തെ എരുമ കച്ചവടക്കാർ വന്നിട്ടുണ്ട്. അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുഞ്ഞാപ്പൻ്റെ പൈക്കുട്ടികളാണ്. ചട്ടിപ്പറമ്പ് ചന്ത പുരോഗതിയിലേക്കാണ്. ഇന്റർലോക്ക് അങ്ങനെ കൂടി വരും. ഇപ്പോൾ ഇവിടെ എത്തി, ചന്തൻ്റെ സെൻറ്ററിലെത്തി ഇന്റർലോക്ക്. അവിടെ ഓൾറെഡി പതിച്ചു കഴിഞ്ഞു. പിന്നെ കോയക്കാൻ്റെ ഭാഗം അവിടെയും പതിച്ചു കഴിഞ്ഞു. താഴ്ഭാഗം പതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കാണുന്ന ചുറ്റുപാടുള്ള ഈ പോത്തുകളെ കിട്ടുന്ന ഈ ഭാഗം മാത്രം ഇനി കുറച്ച് വരാനുള്ളൂ. ഇതൊക്കെ മുരിക്കുട്ടികളാണ്. തലേ ദിവസത്തെ ചന്തയാണ് ഇപ്പോൾ. ഒരുവിധം പോത്തുകളും വലിയ കാളകളും ഒഴികെ ബാക്കി എല്ലാ സാധനം ഇറങ്ങിയിട്ടുണ്ട്. സെപ്പറേറ്റ് കാളകളൊക്കെ ഉണ്ട്. ഉണ്ടോ, പൈക്കുട്ടികൾ, വലിയ പാൽപ്പശുക്കളെ എടുക്കാൻ ഏറ്റവും നല്ലത് ശനിയാഴ്ച തലേ ദിവസം തന്നെ. ഇഷ്ടംപോലെ ഉണ്ട്. അല്ലേ, വടക്കൻകുട്ടി, മുരികള്, രണ്ടു ഭാഗത്ത് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വില്ലത്തരമുള്ള ആളാണ്. വലിയ കൊമ്പ. കുഞ്ഞാപ്പിൻ്റെ ഓരോരോ കന്നുകൾ ഇങ്ങനെ കച്ചവടമായിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന ആളുകളൊക്കെ തലേ ദിവസം വന്ന് കുഞ്ഞാപ്പിൻ്റെ അടുത്ത് വാങ്ങിപ്പോയി വിൽക്കുന്നവരും മാംസം വിൽക്കുന്നവരൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ചട്ടിപ്പറമ്പ് തലേ ദിവസത്തെ ചന്തയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. സ്വകാര്യങ്ങൾ നടക്കുന്നുണ്ട്, വില ഉറച്ചിട്ടില്ല. വാങ്ങിയ വില കാണിച്ചു കൊടുക്കുകയാണ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്.
എഴുതി വെച്ച വില. വില പറഞ്ഞിങ്ങനെ സെറ്റാക്കി പോകണം, മാറ്റി കിട്ടുന്നൊന്നുമില്ല, കാരണം തിരക്കൊന്നുമില്ലല്ലോ. വണ്ടി നേരിട്ട് അകത്ത് കയറ്റിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ കയറും പിടിവലിയൊന്നും എല്ലാം നടക്കുന്നില്ല. വണ്ടികൾ തലോടിറങ്ങിയ വണ്ടികളാണ് കുറേ നിൽക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിക്കാക്കാൻ്റെ തൊഴുത്തൊക്കെ ഒന്ന് പോയി കാണാറുണ്ട്. അത് ലൈവിലാണ്. ഇന്നലെ ഇറച്ചി തൊടുത്തുള്ള ചീമക്കാളിൻ്റെ കുട്ടിയൊക്കെ ഉണ്ട്. വേറെ ടീമാണ്. ആൾക്കാർ ഇവിടെ ഇല്ല, കെട്ടിപ്പോയതാണ്. നല്ല മുരിക്കുട്ടികൾ വേറെയുണ്ട്. റെസ്റ്റ് എടുക്കട്ടെ, യാത്രാക്ഷീണത്തിലാണ്. അപ്പുറത്ത് കുഞ്ഞിക്കോയക്കാൻ്റെ വലിയ കളകളാണ് തോന്നുന്നു. ഒരു മുതലുണ്ട് അവിടെ അയച്ച് കെട്ടിയത്. നാളെ വണ്ടി എടുത്തൊക്കെ കന്നുകളുണ്ടാവും. കന്നുകൾ നിറയും. Thank you.